സ്ഥലങ്ങളിലെ സ്വീകരണങ്ങളും ഒരു വിനീതനായ പ്രവർത്തനങ്ങൾക്ക് സന്തോഷപൂർവ്വം സ്വീകരിച്ചു. കഥയറിയാത്തവർ മുദ്രാവാക്യം വിളിച്ചു, കഥയറിയുന്നവർ വേദിയിലിരുന്നു. എല്ലാം കഴിഞ്ഞ് മന്ത്രി പഴയകാല ഓർമ്മകളിലേക്ക് ഊളിയിട്ടു. ഞാൻ ജനിച്ചു വളർന്നത് മുതൽ ബന്ധപ്പെട്ട, ഇന്നും ഞാൻ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ജീവവായു പോലെ ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റായി സ്വന്തം ജന്മഭൂമിയിൽ ഒരു സ്വീകരണം കിട്ടുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന അനുഭൂതിയും ആ ആവേശവും ആ ആഹ്ലാദവും മറ്റെവിടെയും കിട്ടുകയില്ല എന്ന് എനിക്കറിയാം. അറക്കൽ ആദിരാജ സുൽത്താൻ അബ്ദുറഹ്മാൻ അലി രാജയുടെ പിറകെ വന്ന ഈ അനുയായികൾ, നമ്മുടെ മനസ്സിൽ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത, മുസ്ലിം ലീഗിന് വേണ്ടി തന്റെ ജീവിതം മാത്രമല്ല ശബ്ദമടക്കം എല്ലാം തിരിച്ച ജനാബ് OK മുഹമ്മദ് കുഞ്ഞി സാഹിബ് അടക്കമുള്ള ആളുകളെ ഓർമ്മിക്കാനും അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനും ഞാൻ ഈ അവസരം വിനിയോഗിച്ചുകൊള്ളട്ടെ. ഇവിടെ ധാരാളം പ്രാസംഗന്മാരുണ്ട്, അവർക്കെല്ലാം നിങ്ങളോട് സംസാരിക്കാനുള്ളത് കൊണ്ട് പ്രസിഡന്റായി ഞാൻ തന്നെ ആ അവകാശമെല്ലാം എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാലും കുറഞ്ഞ വാക്കുകളിൽ മുസ്ലിം ലീഗിന്റെ നയപരിപാടികൾ, മുസ്ലിം ലീഗ് എന്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറയാനുള്ള എന്റെ ഭാരിച്ച ഉത്തരവാദിത്വം. എനിക്ക് നീതി വേണം. ഞങ്ങളൊക്കെ അതിൽ ശ്രദ്ധിക്കുകയാണ്. വേറെ ഒന്നാമത് സാഹിബ് അടുത്ത് കൊണ്ടുവരാൻ പോകുന്നുണ്ട്. അങ്ങനെ വല്ലതും നോക്കുക എന്നല്ലാതെ, കിട്ടിയ സമയത്ത് നാട് നന്നാക്കാൻ നോക്കുക എന്നല്ലാതെ, രാവിലെ ഇവരെല്ലാരും കൂടി ബ്രേക്ക് ചെയ്യണീന്റെ പിന്നാലെ പോയാൽ നമ്മൾ ആ പീസ് കൂട്ടൂലേ? കിട്ടിയ സമയം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക. അതാണ് ഞാൻ ആ വാർത്താ മാധ്യമങ്ങളിൽ വാർത്ത വരുന്നതിനെ പറയല്ല. നമ്മൾ ഒരു ചാനൽ തുടങ്ങിയാൽ നമ്മളും അത് തന്നെ ചെയ്യുള്ളൂ. ഈ അഹമ്മദ് സാഹിബിനും ഖാദർ മൊയ്തീൻ സാഹിബിനും കേരള രാഷ്ട്രീയത്തിന്റെ ശീലുകളും മാറ്റിയെഴുതിയ PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനും ഇവിടെ ഒരു സ്വീകരണം നൽകുമ്പോൾ അത് മറ്റൊരു ചരിത്രമായി തീരുകയാണ്. 65 വർഷങ്ങൾക്ക് മുമ്പ് തലമുറയായി ഇന്നും നമ്മുടെ കൈകളിലുള്ള ആ ഉപദേശം എന്താണ്? മുസ്ലിം ലീഗ്, മുസ്ലിം ലീഗ്. ശബ്ദം പോരാ. മുസ്ലിം ലീഗ്. ഈ മുദ്രാവാക്യവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. സ്വീകരണവും കഴിഞ്ഞ് ആ മുദ്രാവാക്യവുമായി മുന്നോട്ട് പോകുമ്പോഴാണ് അഴീക്കോട് കാപ്പുര അബ്ദുറഹ്മാൻ ഒരു നിവേദനം അഹമ്മദ് സാഹിബിന് കൊടുത്തത്. കാലങ്ങളായി നടന്നിട്ടും പെൻഷൻ കിട്ടാത്തോണ്ട് നൽകിയ സങ്കട ഹർജി. 32 കൊല്ലമായി ഞാൻ ബസ് പ്ലൈവുഡ് ജോലി ചെയ്യുന്നു. അതുകൊണ്ട് പിരിയുന്ന അവസരം 25,000 രൂപ കമ്പ്യൂട്ട് ചെയ്തിരുന്നു. ആ കമ്പ്യൂട്ട് ചെയ്തത് കൊണ്ട് 10 കൊല്ലം കഴിഞ്ഞാൽ കിട്ടുമെന്നാണ് അവിടുന്ന് പറഞ്ഞത്. ഇപ്പം അവർ പറയുന്നത് അത് കിട്ടൂല, കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമം മാറി വരണം. കണ്ണൂര് സ്റ്റേഡിയം കോംപ്ലക്സിൽ അഹമ്മദ് സാർ കൈവശം തന്നെ. ജലാലേ, ഇക്കൂട്ടത്തിൽ ആരെങ്കിലും പേരെടുത്തറിയാവൂടാ? ആ നിൽക്കുന്നത് സുലൈമാനിക്ക. കഴിഞ്ഞ ഇലക്ഷന് നമുക്ക് ബൂത്ത് കിട്ടുന്നതിനിടയിൽ ഒരുത്തൻ കുത്തോണ്ട് ചത്തില്ലേ, കുഞ്ഞാലി, ഓന്റെ ബാപ്പയാ. ചാക്കോ, ഇത് നമ്മുടെ കുഞ്ഞാലിയുടെ ബാപ്പയല്ലേ? അതെന്താ സുലൈമാനൊക്കെ കണ്ടാൽ എനിക്ക് അറിയാൻ പാടില്ല എന്ന് വിചാരിച്ചോ നിങ്ങള്? ആ, കഷ്ടനഷ്ടങ്ങളുടെ കണക്ക് വെച്ച് ഓരോ അപേക്ഷ എഴുതി എല്ലാവരുടെയും കയ്യിൽ ഒപ്പിടിച്ച് വാങ്ങിക്കണം. നമുക്ക് ഫോർവേഡ് ചെയ്യാം. ശരി, നോക്കട്ടെ, സർക്കാരിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കൂടെ ഒക്കെ വാങ്ങിച്ചെടുക്കാം നമുക്ക്. കുടിക്കാണ്ട് കാലിച്ചായെങ്കിലും കൊടുത്തോളാം അവർക്ക്. ഇല്ല സർ. അയ്യേ, വേഗം കൊടുക്ക്. ഇതിലേതാ കുഞ്ഞാളുടെ വീട്? ഓ, കഷ്ടം. ആണൊരുത്തനായിരുന്നു. അവൻ കൂടെ ഉള്ളപ്പോ നമുക്ക് എന്തെങ്കിലും ഒരു ധൈര്യമായി. വാങ്ങിച്ചോടാ, എന്റെ ബാപ്പാന്റെ വലിയ ദോസ്താരും ഞമ്മള്. പഠിപ്പിക്കണുണ്ടോ രണ്ടുപേരെയും?
തൽക്കാലം പുറകെട്ടി മേയാനോ ഓട് വലിക്കാനോ ആർക്ക് എന്താ വേണ്ടി വെച്ചാൽ ചെയ്തോണം. അതിന് കണക്കൊന്നും നോക്കണ്ട. അത് പിന്നെ ഇത്ര പെട്ടെന്ന് കാശില്ലെങ്കിൽ ആരോട് അങ്ങനെ കടം വാങ്ങണം, അല്ലെ പലിശ കിടക്കണം, കാര്യം നടക്കട്ടെ. ഇക്കയുടെ കാര്യം പ്രത്യേകിച്ച് പെട്ടെന്ന് പഠിച്ചു വളർന്നോളാം കേട്ടോ. അനക്ക് പറ്റിയൊരു പണി ഞാൻ തരപ്പെടുന്നു. പരാതി 2 കൈയും നീട്ടി സ്വീകരിച്ചു, വാഗ്ദാനവും നൽകി. എന്നാൽ തൊട്ടടുത്ത ദിവസം ചവറ്റുകുട്ടയിൽ നിന്ന് ആ കത്ത് അതുവഴി പോയ ഒരാൾക്ക് കിട്ടി. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി എന്തായാലും ചവറ്റുകുട്ടയിലല്ലെന്ന് അറിയാവുന്നവർ കത്തിലെഴുതിയ ഫ്രം അഡ്രസ്സുകാരനായ അബ്ദുറഹ്മാന്റെ അടുത്ത് തന്നെ എത്തിച്ചു. 32 കൊല്ലമായി ഞാൻ ബെസ്റ്റ് പ്ലൈവുഡ് ജോലി ചെയ്യുന്നു. അതുകൊണ്ട് പിരിയുന്ന അവസരം 25,000 രൂപ കമ്പ്യൂട്ട് ചെയ്തിരുന്നു. ആ കമ്പ്യൂട്ട് ചെയ്തത് കൊണ്ട് 10 കൊല്ലം കഴിഞ്ഞാൽ കിട്ടുമെന്നാണ് അവിടുന്ന് പറഞ്ഞത്. സാമൂഹ്യ നീതി നടപ്പിലാക്കിയെങ്കിൽ മാത്രമേ ഒരു ഇന്ത്യക്കാരന് അവൻ അവകാശം ലഭ്യമാക്കുകയുള്ളൂ. സാമൂഹ്യ നീതി എല്ലാ വിഭാഗക്കാർക്കുമുണ്ട്, പിന്നോക്ക വിഭാഗക്കാർക്കുണ്ട്, SC ST വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കുണ്ട്, സ്ത്രീകൾക്കുണ്ട്, മറ്റ് അവശ വിഭാഗങ്ങൾക്കുണ്ട്. എന്തൊരു ഉളുമ്പ് മണം ആ ചെറുക്കനെ മൂക്കൊലിച്ചതിന്. തോന്നില്ലല്ലോ പുല്ല്. നീ എന്തെങ്കിലും ഒന്ന് എടുത്തേ ഒന്ന് മണപ്പിക്കാൻ. ഫ്രോഡോ? ഫ്രോഡ് നിന്റെ അപ്പൻ. പെൻഷൻ കിട്ടുന്നത് വേണ്ട, ചികിത്സക്ക് എന്തെങ്കിലും ഒരു തൽക്കാല സഹായം അവളെ അപേക്ഷിച്ചു. അപ്പൊ പകൽ ചിരിച്ചോട് ചോദിക്കുക, ബ്രിട്ടീഷ് പോലീസ് ഇടിച്ചിട്ട് തന്നെ ചുമയുണ്ടായതെന്ന് തെളിയിക്കാൻ കയ്യിലെ രേഖ എന്തെങ്കിലും ഉണ്ടാവുമോന്ന്. ആരായിരുന്നു മന്ത്രി മുഖവൻ? ജോൺ വർഗീസ്. ബ്രിട്ടീഷുകാരന്റെ അടിയിൽ ചവിട്ടും കൊണ്ട് പ്രാണനെടുത്തപ്പോഴും ഞാൻ കരഞ്ഞിട്ടില്ല പക്ഷേ ഇയാളുടെ ചോദ്യം കേട്ടപ്പോ അറിയാതെ 2 കണ്ണും നിറഞ്ഞു പോയി. മതസൗഹാർദ്ദം നിന്നാൽ വാഴട്ടെ, സമുദായവേക്ക് നിന്നാൽ വാഴട്ടെ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നിന്നാൽ വാഴട്ടെ. സാമൂഹിക പ്രകാരം അസ്സലാമു അലൈക്കും.